ഗൈസ് ഹാപ്പി ഹോളി അങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് നോക്കട്ടെ. ഹോളി സെലിബ്രേഷൻ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ സംഭവം നിന്ന് തങ്കു ചേച്ചി, ടീക്കുട്ടി, അദ്ദിക്കുട്ടൻ എല്ലാവരും കൂടി ഉണ്ട്. കളേഴ്സൊക്കെ വെച്ച് വീടൊക്കെ ഒരു 10 വീട് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല അന്ന് രാത്രി തന്നെ നമ്മുടെ അമ്പലത്തിലെ ഒരു കുമ്മാട്ടിയായിരുന്നു. ആ കുമ്മാട്ടിയിൽ വരുന്ന ലൈറ്റ് കൊണ്ട് നമ്മുടെ വീട് മൊത്തം തിളക്കത്തിലാട്ടോ. പിന്നെ ടീക്കുട്ടിയുടെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫും കൂടെ ഈ ഒരു വീഡിയോയിലുണ്ട്. ചിക്കൻ നഗറ്റ്സ് ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ അവസാനം നമ്മുടെ അദ്ദിക്കുട്ടൻ്റെ സ്റ്റഡി റുട്ടീനും കൂടി നമുക്ക് ഇന്നത്തെ അടിപൊളി വീഡിയോയിൽ കാണാം. നമ്മുടെ സ്കൂൾ ക്ലോസ് ചെയ്യുന്നത്, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം മാർച്ച് 25-ാണ്. നിങ്ങളുടെ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് താഴെ കമന്റ് ചെയ്യണേ. സെലിബ്രേഷൻ ചെയ്ത നമ്മുടെ ടിയക്കുട്ടിയെ ഒന്ന് കാണിച്ചു തരാം. അത് നോക്കിയേ, ഇത് ഞാൻ എപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ്. ടിയ എന്തോ ഒരു പണി ഒപ്പിക്കാൻ പോകുന്നുണ്ട്. അദ്ദിക്കുട്ടിൻ്റെ നേരെ ഷൂട്ടിംഗ് ആണ് ഗൈസ്. ഇവിടെ ഷൂട്ടിങ്ങോ അത് തെറിച്ചുല്ലേ. ദേ ഇവിടെയൊക്കെ നോക്കിയേ, ഞങ്ങളിവിടെ കളർഫുള്ളായിട്ട് ഹോളി സെലിബ്രേഷനാണ്. അത് എറിഞ്ഞിട്ട് പോയി. അദ്ദിക്കുട്ടൻ ഇനി അടുത്ത ടീയുടെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോസ്റ്റ്യൂം. ഇത് നോക്കി മൂക്കിലൊക്കെ ആയിട്ട്. ഇത് എന്താടാ അത് നോക്കട്ടെ, കളർഫുൾ. തങ്കുചേച്ചിനെക്കാളും നല്ല ഭംഗിയിൽ കളർഫുൾ മുടിയായിട്ടോ. എടാ പില്ലറ്, എടാ വണ്ടിയുടെ സോറി. യെസ്, ഇന്നാണ് ഹോളി. ആക്ച്വലി ഇന്നാണ് ഹോളി. ഓക്കെ, അതിക്കൂട്ട കുറച്ചൊക്കെ ഒന്ന് ബാക്കി വെക്കടാ. എടാ നിക്കടാ. അയ്യോ ടീയ വേറെന്തോ ഒരു ഇതില്. അതിനെയൊക്കെ ഗൈസ് ഇവിടെ മൊത്തം പ്രശ്നമാക്കി, അലമ്പാക്കി. ഹാപ്പി ഹോളി ഇന്ന് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. കുളിക്കാൻ പോവാണ് ഇനി. 4th ഹോളി ഗൈസ്. അതിനുശേഷം നമ്മൾ ഗൈസ് ഹാപ്പി ഹോളി അങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് നോക്കട്ടെ. വെള്ളം അതിനുള്ളിലൊക്കെ ഇട്ടതേ നമ്മൾ ഹോളി. ഇപ്പം അവർ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, സംഗതിയൊക്കെ പെട്ടെന്ന്. ഇങ്ങോട്ട് വാ ടീ, അങ്ങോട്ട് വാ. ഹാപ്പി ഹോളി ഗൈസ്. കാരണം ഇതിനി റൂമിൽ പോയാൽ പ്രശ്നമാണ്. ഓടി ഗൈസ്. അപ്പം അതേ നനച്ച് നന്നായി, അതാ ഞാൻ പറഞ്ഞു, നന്നായി ഇതാക്കൂ. തലയൊന്ന് നനച്ചു കൊടുത്തേ ടീയാവൻ്റെ. മെല്ലെ തല നനച്ചു കൊടുത്തേ. ചിക്കു കണ്ണടച്ചേ. ചിക്കു കണ്ണടയ്ക്ക് കേട്ടോ, തുറക്കല്ലേ. നിൽക്കട്ടെ, നിന്റെ പോയി. ചിക്കുനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. തലയൊന്ന് ഇതാക്കി കൊടുത്തേ ടീയ. തല ഇല്ലെങ്കിൽ അത് തലയെല്ലാം ഇവിടെ തന്നെ നമ്മൾ കുളിച്ച് റെഡിയാക്കണം ഗൈസ്. അല്ല ആക്ച്വലി എല്ലാം പോയിട്ടോ, കുഴപ്പമൊന്നുമില്ല. എല്ലാം നമ്മുടെ പില്ലറെല്ലാം സെറ്റപ്പായി, അതുകൊണ്ട് കുഴപ്പമില്ല. എടാ അവൻ്റെ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേ. തീരെ ഡ്രസ്സിന് അങ്ങോട്ടോ ഫേസ് ഒന്ന് കഴുകുമുത്ത്. യെസ് ഗൈസ്. അങ്ങനെ ഹോളി അടിപൊളി ഹോളിയായി ഗൈസ്. ചിക്കൂടെ ഫേസ് അമ്മതാക്കി തരാം. വെയിറ്റ്, ഫേസ് തുടയ്ക്കൂ. കൈ നന്നായിട്ടൊന്ന് കഴുകൂ. കാരണം ചിക്കു കുറച്ച് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതാണ് പ്രശ്നമായത്. ടീ ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ ഇതൊന്ന് കളഞ്ഞടാ. ഇതെല്ലാം പോകുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വിറയ്ക്കുന്നൊന്നുമില്ല. കുറച്ച് സ്റ്റെയിൻ വന്നിട്ടുണ്ടോ? ഇത് നല്ല ഒന്ന് തൊട്ടേ. അപ്പം ഇന്ന് ഹോളി എന്താണ്, അതൊരു പ്രാണിയാണ്. ഇന്ന് ഹോളി കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു കുമ്മാട്ടിയാണ് അല്ലേ ടിയ? അപ്പം നമുക്കൊരു വണ്ടി വേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പം രാത്രി ഒരു 7 മണി ആയിട്ടുണ്ടേ, കാണിച്ചു തരാം. അദ്ദിക്കുട്ടാ അതെ ഗൈസ്, അവിടെ ലൈറ്റ് കാണിച്ചു തരാം. ലൈറ്റ് മൊത്തം നമ്മുടെ വീടിൻ്റെ മരം നോക്കിയേ, ആ കളറായില്ലേ ടിയ? ടീമോളെ ഇവിടെ നിൽക്കുക, എന്നാലേ കാണുന്നുള്ളൂ. അദ്ദിക്കുട്ട കാണുന്നുണ്ടോ? ഓക്കേ ഗൈസ്, നമ്മുടെ വേല വന്നിട്ടുണ്ട്. കാണിച്ചിട്ട് വീട് നന്നായി തിളങ്ങുന്നുണ്ട് ഗൈസ് ആ ലൈറ്റ് കൊണ്ട്. ചിപ്പി നോക്കി നമ്മുടെ വീട്. എനിക്ക് തോന്നുന്നു അവരുടെ ലൈറ്റിൽ നമ്മുടെ വീടാണ് കുറച്ചുകൂടെ നന്നായിട്ട് ഇതാവതേ. നോക്കിയേ അടിപൊളി. അയ്യോ പാട്ട് നിന്നുപോയി. ഷുവല്ല ഗൈസ്, ലൈറ്റ് നിന്ന് പോയിട്ടാ. കുമ്മാട്ടി വന്നിട്ടുണ്ട്. സോ ഇന്ന് ഒരു എക്സാം ഡേ ഒന്നല്ല, ഇന്നൊരു ഹോളിഡേ ആണ്. അപ്പോൾ അതേ ഇന്നൊരു സംഭവം നമ്മളിവിടെ ഒരു ആനിമേഷൻ ചെയ്യാൻ പോവാണ്. നമ്മൾ എന്തായിരുന്നു ടിയ, ഒരു കൃഷ്ണൻ്റെ ഇതല്ലേ, ഒരു ആനിമേഷൻ. അപ്പോഴാണ് ടീക്കുട്ടിയുടെ ഫേവറേറ്റ് നഗറ്റ്സ് ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ്. നന്നായിട്ടേ ഇല്ല കേട്ടോ, എനിക്ക് ഇഷ്ടമായില്ല.
എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതിൽ നന്നായില്ല. ആദ്യകൂട്ടം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തോളൂ. ആദ്യകൂട്ടിനെ എടുത്തിട്ട് ഇങ്ങോട്ട് വരും പിന്നെ. പക്ഷെ ചിക്കൻ നഗറ്റ്സ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നഗറ്റ്സ് ഇഷ്ടമുള്ളവർ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അല്ലേ ടിയാ? യെസ്. പൊള്ളിയോ? എടാ നീ ചിക്കൻ നഗറ്റ്സ് ഇത് ചെയ്യും. ഞങ്ങളിതേ ഇങ്ങനെ കൃഷ്ണൻ്റെ ഇങ്ങനെ ഒരു സംഭവം നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഓടക്കുഴൽ ഇങ്ങോട്ട് വരുന്നതോ ടിയാ? അങ്ങനെ എന്തോ ഒരു സാധനം ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവാണ്. പക്ഷെ എത്രത്തോളം സക്സസ് ആവുന്നു ഒരു ഐഡിയ ഇല്ല അല്ലേ ടിയാ? യെസ്. ഏതാ എനിക്കിഷ്ടം? കുഞ്ഞിന് ഏതാ ഇഷ്ടം? കുഞ്ഞിന് ഏതാ ഇഷ്ടം? ഏതാ ഇഷ്ടമായത് പറയാ. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമേ ആയില്ലടാ, ഇഷ്ടമേ ആയില്ല ഗൈസ്. ഇങ്ങനെ പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ അത് മാറ്റി. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ആനുവൽ എക്സാം സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇവിടെ അദ്ദിക്കുട്ടിനെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് എന്താ പുതിയ കണ്ടുപിടുത്തം ചിക്കു? കണ്ടുപിടുത്തമൊന്നുമല്ല, പുതിയ കണ്ടുപിടുത്തം എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെ സാധനം ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇവന്റെ കയ്യിലൊരു ബോൾ ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഒരു മെറ്റൽ ബോൾ ഉണ്ട്. അപ്പോൾ ഇവന്റെ പുതിയ കണ്ടുപിടുത്തം, ഈ മെറ്റൽ ബോള്, ഒരു മിനിറ്റ് ഞാൻ പറയാം. എങ്ങനെയാ പിന്നെ ഇതിന്റെ ഈ ഒരു മാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ മെറ്റൽ ബോൾ കാണില്ല. ഇങ്ങോട്ടാ, ഇതാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. ഓക്കെ, ഞാനിത് ഇടാൻ പോവാണേ. എങ്ങനെയാണ്? ഓടാ, പുതിയ ഗൈസ് പഠിക്കുമ്പോ അല്ലണ്ടല്ലോ, പുതിയ കണ്ടുപിടുത്താണ്. എവിടെടാ അത്? അതെടുത്ത് ഇനി അത് ഡാഡിയുടെ ഒക്കെ കാലിലൊക്കെ കുത്തും മുന്നേ. ഇങ്ങോട്ടിതാ ഇങ്ങനത്തെ കുറേ ബോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാണാണ്ടാവും, ഡിസപ്പിയർ ആവും എന്നാ പറയുന്നത്. ശരിയാട്ടോ, അത് കാണുന്നില്ല. ഞാനിപ്പോഴാണ് നോക്കി. ഈ കളികളൊക്കെ പഠിക്കുമ്പോൾ വരുന്ന കളികളാണ്. ഇതേപോലെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വരുന്ന വല്ല കളികളുണ്ടെങ്കിൽ ഒന്ന് പറയുക. കാരണം ഞങ്ങളുടെ ആനുവൽ എക്സാം തുടങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് 25th അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഓരോരോ റിവിഷൻ മോഡ് എത്തിയില്ലേ അദ്ദിക്കുട്ട? അയ്യോ എൻ്റെ തലമണ്ട അവിടെ ഇരുന്നോട്ടെ ഗൈസ്. ഫസ്റ്റ് കമ്പ്യൂട്ടറാണ്. സോ കമ്പ്യൂട്ടറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ വെച്ചിട്ടാട്ടോ നിമിഷാൻ്റെ എപ്പോഴും പഠിപ്പിക്കുക. അടുത്തെന്ന് വന്നിട്ട് നെക്സ്റ്റ് പിന്നെ ഈ മാത്സ് ആണ്. അത് പിന്നെ ഞങ്ങൾ പഠിക്കാറേ ഇല്ല, അത്രയും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. പിന്നെ വരുന്നത് ഹിന്ദിയൊക്കെയാണ്. അപ്പോൾ ഹിന്ദിക്ക് നിമിഷാൻറ്റി ഇത് ലാസ്റ്റ് ടൈം വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു നിമിഷാൻറ്റി അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഉപകാരമായിന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഉപകാരം എന്ന് പറഞ്ഞപ്പോൾ നിമിഷാൻറ്റി കൂടുതൽ എന്താ പറയുക ഇംപ്രസ്ഡ് ആയി ഗൈസ്. അപ്പോൾ എപ്പോഴും വർഷങ്ങളായിട്ട് നിമിഷാൻറ്റി ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. അദ്ദിക്കുട്ടൻ്റെ 5 ചാപ്റ്റർ ഹിന്ദി ഉണ്ടെങ്കിൽ ഹിന്ദി മീനിങ്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീനിങ്സ് ഉണ്ടാവുമല്ലോ, അതായത് ഇംഗ്ലീഷിൽ എഴുതേണ്ടത്. അപ്പോൾ അത് 7 ചാപ്റ്ററിലെയും മൊത്തത്തിൽ എഴുതി വയ്ക്കും. എന്നിട്ട് ഇത് വെച്ചിട്ടായിരിക്കും നിമിഷാൻറ്റി റിവിഷൻ ചെയ്യുക. അപ്പോൾ പിന്നെ ഒരിക്കലും കുട്ടിക്ക് തെറ്റത്തില്ല. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഗ്രാമേഴ്സ്. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ തന്നെ ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് അത് നോക്കി പറയാനും ഒക്കെ ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ അത് ഞാൻ തന്നെ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ എഴുതി വയ്ക്കും. അപ്പോൾ അവന് പെട്ടെന്നായിട്ടത് എന്താ പറയുക അറിയാൻ പറ്റും. അതുകൊണ്ട് എളുപ്പമായിരിക്കും, അതുകൊണ്ട് തെറ്റാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതും ഗ്രാമറാണ്, അണ്ടർലൈൻ ചെയ്ത് കണ്ടോ. നിമിഷാൻറ്റി ഇത് അണ്ടർലൈൻ ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. നിമിഷാൻറ്റി തന്നെ ഓൾറെഡി ആൻസർ ചെയ്ത് ഓരോ പൊട്ടത്തരമൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടോ. പിന്നെ ഇത് ഫില്ല് ചെയ്ത ബ്ലാങ്ക്സ്, പിന്നെ അവന് അറിയാത്ത ടഫ് വേർഡ്സ് എഴുതി വയ്ക്കും. പിന്നെ ലാസ്റ്റ് PT3 എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കും നിമിഷാൻറ്റി പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാത്തിൻ്റെയും അങ്ങനെ ചെയ്തിട്ടായിരിക്കും കേട്ടോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്നാലും കുറയാറുണ്ട് കേട്ടോ. സ്പെല്ലിങ് ഇപ്രാവശ്യം ഭയങ്കര പ്രശ്നമാണ്. എന്നാലും നമുക്ക് നോക്കാം. മതി കളിച്ചത്. എവിടെ സാധനം ഇടാ പെറുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ എൻ്റെ അമ്മയെ എനിക്ക് വയ്യ. അപ്പോൾ ഒരു ബൈ പറയട്ടോ ചക്കരെ. ബൈ.